നമ്മൾ വായിച്ച പുസ്തകം 41 അധ്യായത്തിൻ്റെ 51 വാക്യം ധ്യാനത്തിനായി ഞാൻ വീണ്ടും വായിക്കട്ടെ. 41:51. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസേഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. മക്കൾക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പേരിടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ്. മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പേരുകൾ തിരയുന്നത്. ഏറ്റവും നല്ല പേര്, ഉചിതമായ പേര് തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇടണമെന്ന് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കും. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, കോണ്ടെക്സ്റ്റിലായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകൾക്കനുസൃതമായ പേരുകളാണ് പലപ്പോഴും നമ്മൾ മീഡിയയിലൂടെ കാണുന്നുണ്ട്. കൊറോണ എന്ന പേരിട്ട മക്കൾക്ക് പേരിട്ടവരുണ്ട്, കോവിഡ് എന്ന പേരിട്ടവരുണ്ട്, ഇങ്ങനെ പലതും. സുനാമി വന്നപ്പോൾ സുനാമി എന്ന പേരിട്ടവരുണ്ട്, ഓഖി എന്ന പേരിട്ടവരുണ്ട്. ഇങ്ങനെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ചുറ്റുപാടുകൾക്കും അനുസരണമായിട്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് പേരിടുന്നത്. എന്നാൽ ഭൂരിഭാഗം പേരും ആഗ്രഹിക്കുന്നത് നമ്മുടെ മക്കളുടെ പേരിന് അർത്ഥം വേണമെന്നാണ്. അതുകൊണ്ട് പലരും ഇന്ന് വേദപുസ്തകത്തിലെ പേരുകളിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പല മാതാപിതാക്കളും വേദപുസ്തകത്തിലെ പേരുകളാണ് തിരയുന്നത്. നമുക്ക് നെറ്റിലൊക്കെ വേദപുസ്തകത്തിലെ പേരുകൾ വേണമെങ്കിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകിച്ച് കിട്ടും. അപ്പം അങ്ങനെ നമ്മൾ ഉചിതമായ അർത്ഥമുള്ള പേര് ഇടുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ജീവിതത്തിലെ കഷ്ടതകളെ നമ്മൾ അനുഭവിക്കുന്ന പോലുള്ള ചെറിയ കഷ്ടമൊന്നുമല്ല യോസേഫ് എന്ന് പറയുന്ന ഈ പഴയ നിയമത്തിലെ മനുഷ്യൻ അനുഭവിച്ച് നമുക്കറിയാം. ഈ കഷ്ടതകളെയൊക്കെ ഒരു മന്ദസ്മിതത്തോടെ, ഒരു ചെറുപുഞ്ചിരിയോടെ അഭിമുഖീകരിച്ച സുന്ദരമായ ഒരു വ്യക്തിത്വമാണ് യോസേഫ്. അപ്പോൾ തൻ്റെ മക്കൾക്ക് യോസേഫ് പേരിടുകയാണ്. അതിലാദ്യത്തെ മകന് മനശ്ശെക്ക് പേരിടുന്ന ഭാഗമാണ് ഞാൻ ധ്യാനമായി വായിച്ചത്. തിന്മകളുടെ തൻ്റെ പൂർവ്വകാലത്തെ മറക്കുന്ന, തന്നോട് തിന്മ ചെയ്തവരോട് ക്ഷമിക്കുന്ന യോസേഫ് ഇന്നും ആ മനുഷ്യന്, ആ മകന് പേരിട്ടത് എന്താണ്? മനശ്ശെ എന്നാണ്. അതിൻ്റെ അർത്ഥം നീ മറക്കണം. 51 വാക്യത്തിൽ പറയുന്നു, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞാണ് യോസേഫ് തൻ്റെ ആദ്യജാതന് നീ മറക്കണം എന്ന് പേരിട്ടത്. മനുഷ്യരുടെ അർത്ഥം എന്താണ്? നീ മറക്കണം. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ശരീരങ്ങളിലെല്ലാം ഭയങ്കരമായ ഹിംസയും പകയും കൂടുകൂട്ടിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു തലമുറയിൽ നാം ജീവിക്കുമ്പോൾ ഈ യോസേഫ് നമുക്കൊരു പാഠശാലയാണ്, ഒരു വിദ്യാലയമാണ്. ഈ യോസേഫിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഈ മനുഷ്യൻ്റെ ഇന്നലകളെ നമുക്ക് ഓർത്തു നോക്കാം. നമുക്കെല്ലാം അറിയാം, നമ്മൾ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചവരാണ്. ഈ യോസേഫ് അനുഭവിച്ച് കടന്നു വന്ന വഴികളിൽ, അനുഭവിച്ച യാതനകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും മറക്കാൻ കഴിയുമോ യോസേഫിന്? നമ്മുടെ ജീവിതാനുഭവമായി ബന്ധിപ്പിച്ച് നമ്മൾ നോക്കുക. ബാല്യത്തിൽ ജനിച്ചപ്പോൾ തന്നെ നല്ല സുന്ദരനായ കുട്ടിയാണ്, ഇളയ മകനാണ്. അതുകൊണ്ട് പിതാവും മാതാവും ഒക്കെ വാത്സല്യത്തോടെ ഈ മകനെ നോക്കിയപ്പോൾ സ്വന്തം സഹോദരന്മാർ തന്നെ അസൂയ കൊണ്ടു തുടങ്ങി. അങ്ങനെ ബാല്യത്തിൽ തന്നെ സ്വന്തം സഹോദരന്മാരാൽ, രക്തബന്ധത്തിൽ പിറന്ന സഹോദരന്മാരാൽ അസൂയയ്ക്ക് ഇരയായ ഒരു മനുഷ്യൻ. പിന്നീട് രക്തബന്ധങ്ങൾക്ക് വില പറയേണ്ടി വന്നു, അതിനിരയായി തീർന്നു. 2 തവണ യോസേഫിനെ വിറ്റു, യോസേഫ് വിൽക്കപ്പെട്ടു. നമുക്കറിയാം, നമ്മുടെ ഈ മുൻഭാഗങ്ങളൊന്നും വായിക്കുന്നു. ഒന്ന്, സ്വന്തം സഹോദരങ്ങളാൽ മിദ്യാനിയിലെ കച്ചവടക്കാർക്ക് വിറ്റു. ആ സന്ദർഭമൊക്കെ നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. 2, മിദ്യാനിലെ കച്ചവടക്കാർ അവനെ വാങ്ങിയിട്ട് വീണ്ടും മിസ്രൈമിലെ പോത്തിഫറിനെ വിറ്റു. അങ്ങനെ 2 പ്രാവശ്യം. സാധാരണ അടിമകളെയൊക്കെ 1 പ്രാവശ്യമാണ് വിൽക്കുന്നത്. പക്ഷെ യോസേഫിനെ ഇസ്രായേലിൽ 2 പ്രാവശ്യം വിറ്റു.
പിന്നീട് നമുക്കറിയാം പോത്തിഫറിന്റെ കൊട്ടാരത്തിൽ താമസിക്കുമ്പോഴും ആ പോത്തിഫറിന്റെ ഭാര്യയാൽ ചതിക്കപ്പെട്ട് തുറുങ്കിലടയ്ക്കപ്പെട്ടു, ജയിലിലടയ്ക്കപ്പെട്ടു. അവിടെ മറ്റുള്ളവരുടെ തൻ്റെ സഹ തടവുകാരുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചു, രാജാവിന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. അങ്ങനെ സ്വപ്നങ്ങൾക്ക് അർത്ഥം ഉണ്ടാക്കി കൊടുത്തു. അവർ കാണുന്ന ദർശനങ്ങളും സ്വപ്നങ്ങളും ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ യോസേഫ് അതിനെ വിവരിച്ച് അവരുടെ സ്വപ്നങ്ങൾക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് അർത്ഥം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ അർത്ഥം ഉണ്ടാക്കി കൊടുക്കുന്ന യോസേഫിന്റെ ജീവിതമോ, സ്വന്തം ജീവിതം ഒന്ന് സ്വപ്നം കാണാൻ പോലും, ഭാവിയെക്കുറിച്ച് ഒരു സ്വപ്നം കാണാൻ പോലും കഴിയാതെ അന്ധകാരത്തിലായിരുന്ന അവസ്ഥ. അങ്ങനെ നോക്കിയാൽ യോസേഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആർക്കും മറക്കാൻ കഴിയില്ല, യോസേഫിന് മറക്കാൻ കഴിയില്ല. എങ്കിലും തനിക്ക് ആദ്യം ദൈവം തന്ന പൈതലിന് യോസേഫ് പേരുന്നത് എന്താണ്? എല്ലാം മറക്കുക, മനസ്സേ എന്നാണ്. നമ്മൾ ജീവിക്കുന്ന ഭാരതത്തിലാണ്. ഭാരതത്തിലെ ദർശനങ്ങൾ, ഗ്രീക്ക് പുരാണങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദർശനങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും തത്വചിന്തയൊക്കെ ഉള്ള രാജ്യമാണ് ഭാരതം. സംസ്കൃത പദത്തിലാണ് കൂടുതലും ഈ ഭാരതത്തിൽ ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും തത്വചിന്തകളും ഒക്കെ എഴുതിയിരിക്കുന്നത്. അതിലൊരു പദമുണ്ട്, ധർമ്മപദം എന്നാണ് ഉള്ളത്. ആ പദം ധർമ്മപദം. ആ ധർമ്മപദത്തിൽ പറയുന്നത് ആരാണ് വിശുദ്ധൻ എന്നാണ്. ഹു ഈസ് സൈന്റ്, ആരാണ് വിശുദ്ധൻ? അതിനൊരു നിർവചനം അവിടെ പറയുന്നുണ്ട്. പകയില്ലാതെ പിഴ പൊറുക്കുന്നവൻ, സൈന്യബലം പോലെ ക്ഷമാശക്തിയുള്ളവൻ. അപ്പോൾ ഒരു മനുഷ്യനെ വിശുദ്ധനെന്ന് പറയണമെങ്കിൽ ഭാരതീയ ചിന്ത അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൻ ധർമ്മപദത്തിൽ ജീവിക്കുന്നു എന്ന് പറയാം, ധാർമ്മികതയിൽ ജീവിക്കുന്നു എന്ന് പറയാം. ഒന്ന്, പകയില്ലാതെ പിഴ പൊറുക്കണം. നമ്മോട് പിഴ ചെയ്തവനെയും നമ്മോട് തെറ്റ് ചെയ്തവനെയും അവൻ്റെ പിഴകളും നമ്മൾ പകപോക്കാതെ, മനസ്സിൽ പകവയ്ക്കാതെ പൊറുക്കണം. രണ്ടാമത്, സൈന്യബലം എന്ന് പറയുന്നത് അറിയാം, വലിയ ശക്തിയാണ്. ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് സൈന്യബലമാണ്. നമ്മളിപ്പം ചൈനയുടെ ആക്രമണമൊക്കെ നേരിടുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യക്ക് നല്ല ശക്തിയുണ്ട്, സൈന്യബലമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ സൈന്യബലത്തിലാണ് വിശ്വസിക്കുന്നത്. അതുപോലെ ക്ഷമാശക്തി നമുക്ക് വേണം. ഈ സൈന്യം നമ്മളെ സംരക്ഷിക്കുന്നത് പോലെ ക്ഷമ നമ്മളെ സംരക്ഷിക്കണം. ഇത് രണ്ട് ഗുണങ്ങളുമുള്ള ഒരു മനുഷ്യനെ നമുക്ക് പറയാം അവൻ ധർമ്മപദത്തിൽ ജീവിക്കുന്നു. അപ്പൊ ഇതാണ് ഭാരതീയ ചിന്ത. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഭാരതത്തിലും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, സംസ്കാരമുണ്ടെന്ന് പറയുന്ന കേരളത്തിലൊക്കെ അക്ഷമയുടെ കാലമാണ്. ക്ഷമ നഷ്ടപ്പെട്ടു പോയൊരു കാലമാണ്. ഈ കാലത്തോട് യോസേഫിന്റെ ജീവിതം തൻ്റെ മകനെ പേരിടുന്നതിലൂടെ ചോദിക്കുന്ന ഒരു പ്രസക്തമായ ചോദ്യം ഇതാണ്. ആ ചോദ്യം, നമുക്ക് നമ്മോട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണ്ട, അത് മറ്റൊരു വിഷയമാണ്. അത് നമുക്ക് ഇന്ന് ധ്യാനിക്കാൻ സമയം കുറവാണ്. എന്തായാലും നമുക്ക് നമ്മോട് ക്ഷമിക്കാൻ കഴിയുമോ എന്ന് യോസേഫ് ഈ മകന്റെ പേരിലൂടെ നമ്മോട് ചോദിക്കുകയാണ്. സ്വയം ശപിക്കുന്ന, സ്വയം നശിപ്പിക്കുന്ന ജീവിതങ്ങൾ പെരുകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. തത്വശാസ്ത്രത്തിൽ അതിനെ ഫേറ്റലിസം എന്ന് പറയും. ഫേറ്റ് എൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് വിധിയെ പഴിച്ച് ജീവിക്കുന്ന അനേകരുണ്ട്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വേദപുസ്തകത്തിലും അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവർ പിന്നെ അവരെ തന്നെ നേർപാതയിൽ നയിച്ചവരുമുണ്ട്. യൂദ ആണ് വേദപുസ്തകത്തിൽ അങ്ങനെ സ്വയം നശിപ്പിച്ച ഒരു വ്യക്തിത്വമായി കാണാൻ കഴിയുന്നത്. ഇയ്യോബ് ഭക്തനായ മനുഷ്യനാണ്. നമ്മളെല്ലാം ഇയ്യോബിന്റെ ഭക്തിയെയും സഹിഷ്ണുതയും ഒക്കെ വാഴ്ത്തി പറയുന്നു. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ തുടക്കത്തിൽ ഇയ്യോബിന് ശോധനകൾ നേരിടാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബ് പറയുന്നത് എങ്ങനെയാണ്? ഇയ്യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. ഇയ്യോബ് പറയാണ്, അനന്തരം ഇയ്യോബ് വായ് തുറന്ന് തൻ്റെ ജന്മദിവസത്തെ ശപിച്ചു. തൻ്റെ ജന്മദിവസത്തെ ശപിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇയ്യോബ് പറഞ്ഞതെന്നാൽ, ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉത്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രിയും നശിച്ചു പോകട്ടെ.
തൻ്റെ മാതാപിതാക്കളെ പോലും ശപിക്കുകയാണ്. പിന്നീട് 40-ാം അധ്യായം, ഇയ്യോബിന്റെ പുസ്തകം 40-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മൾ പിന്നെ ഇയ്യോബിന്റെ അനുതാപവും ദൈവത്തോടുള്ള ഇല്ലിച്ചേരലും വീണ്ടും ദൈവം നൽകുന്ന സമത്യമൊക്കെ കാണുന്നുണ്ട്. എങ്കിലും തൻ്റെ ജീവിതത്തിലെ വേദന സഹിക്കാൻ വയ്യാതായപ്പോൾ ഇയ്യോബ് പറയുകയാണ്, എൻ്റെ ജന്മദിനത്തെ ഞാൻ ശപിക്കുകയാണ്, ഞാൻ ജനിച്ചതൊരു ശാപമാണ് എന്നാണ്. വീണ്ടും നമ്മൾ ഏലിയാവിനെ നോക്കും. ഏലിയാവ് ഒരു വലിയ പ്രവാചകനാണ്. ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് സ്വയം ശപിക്കുകയാണ് ഏലിയാവ്. അതുപോലെ യോന ആവണക്കിന്റെ ചുവട്ടിൽ നിന്ന് സ്വയം ശപിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്കിന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേക സാഹചര്യം നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു ആന്തരിക സൗഖ്യമാണ്. ഈ സ്വയം ശപിക്കാതെ നമ്മുടെ മനസ്സിനെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 22 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സംഭവം കാണാം. നിങ്ങളൊന്ന് വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. ഗലീല തടാകത്തിലൂടെ ഒരു വള്ളത്തിൽ, ഒരു ബോട്ടിൽ യേശുവും 12 ശിഷ്യന്മാരും യാത്ര ചെയ്യുകയാണ്. യേശു ആ ബോട്ടിലുണ്ട്, ആ വള്ളത്തിലുണ്ട്. എന്നാൽ യേശു അമരത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അവിടെ ഒരു ചുഴലിക്കാറ്റ് വന്നു എന്നവിടെ കാണുന്നു. ശിഷ്യന്മാർ 12 പേരുണ്ട്. യേശു ആ വള്ളത്തിലുണ്ടെങ്കിലും യേശു ഉറങ്ങുന്ന അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഈസ് അവർ ക്രൈസിസ് ടുഡേ. നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ യേശു ഉണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ സ്നാനപ്പെട്ടവരാണ്, തിരുസഭാംഗങ്ങളാണ്, സഭയിലെ സജീവ അംഗങ്ങളാണ്, സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ യേശുവിൻ്റെ മക്കളാണ്. പക്ഷെ യേശു നമ്മുടെ ജീവിതത്തിൻ്റെ വള്ളത്തിൽ അവൻ അമരത്ത് ഉറങ്ങുകയാണ്. അതാണ് നമ്മുടെ ആന്തരിക സൗഖ്യം നമുക്ക് നഷ്ടമാകുന്നതിൻ്റെയും നമ്മൾ തന്നെ സ്വയം പഴിക്കുന്നതിൻ്റെയും ഒക്കെ കാരണം. ഇവിടെ തടാകക്കരയിൽ നിന്നുകൊണ്ട് ഈ വള്ളത്തെ നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ഒരു മനുഷ്യന് ആ വള്ളത്തിൽ എത്ര പേരുണ്ടെന്ന് പറയാൻ പറ്റും? യേശു അമരത്തിൽ ഉറങ്ങുകയാണ്. യേശുവിനെ കാണാൻ പറ്റുന്നില്ല. 12 പേര് ശിഷ്യന്മാർ മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ ആ വള്ളത്തിൽ എത്ര പേര് യഥാർത്ഥത്തിലുണ്ട്? 13 പേരുണ്ട്. 13 പേരുള്ള വള്ളത്തിൽ പ്രത്യക്ഷത്തിൽ മനുഷ്യരെ കാണുന്നത് 12 പേര്. കാരണം യേശു അവിടെ അമരത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. നമ്മൾ യേശുവിൻ്റെ മക്കളാണെന്ന് പറയുകയും നമ്മളെ നോക്കുന്നവർ യേശുവിനെ നമ്മളിൽ കാണാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും യേശു നമ്മുടെ ജീവിതത്തിൻ്റെ അമരത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. ഇവിടെ ചുഴലിക്കാറ്റ് വന്നപ്പോൾ ശിഷ്യന്മാർ ഓടി യേശുവിനെ ഉണർത്തുകയാണ്. എന്നാൽ ആ പടകിൽ യേശു ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ആ ചുഴലിക്കാറ്റിനെ ശാസിച്ചു. കാറ്റ് ശാന്തമായി. അതുകൊണ്ട് നമുക്ക് ഈ സ്ലീപ്പിംഗ് ക്രൈസിസ് എന്ന് പറയുന്നെങ്കിലും ഒരു പ്രത്യാശയുണ്ട്. എന്താണ്? സ്ലീപ്പിംഗ് ക്രൈസിസ് ഈസ് അവർ ഇന്നർ പോസിബിലിറ്റി ടുഡേ. ജീവിതത്തിലെ ചുഴലിക്കാറ്റുകൾ വരുമ്പോൾ ഈ യേശു നമ്മുടെ ആന്തരിക സാധ്യതയാണ്. അവരൊരു പ്രതീക്ഷയാണ്. ഉറങ്ങുകയെങ്കിലും നമ്മുടെ ഉള്ളിലുള്ളതുകൊണ്ട് തീർച്ചയായും നമ്മുടെ വള്ളത്തിൽ അവനുണ്ട്. അവനൊന്ന് ഉണർത്തിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. നമ്മുടെ ചുഴലിക്കാറ്റുകൾ ശാന്തമാണ്. വേദപുസ്തകത്തിൽ 1-ാമത്തെ പേജ് നമ്മൾ നോക്കാം. 30 പുസ്തകം 1-ാം അധ്യായം. ദൈവം ഓരോന്ന് സൃഷ്ടിക്കുകയാണ്. ആകാശവും ഭൂമിയും വെളിച്ചം, ഇങ്ങനെ ഓരോന്ന് സൃഷ്ടിക്കുമ്പോൾ സസ്യങ്ങളും ജീവജാലങ്ങളും ഓരോ സൃഷ്ടിയും നടത്തിയതിനു ശേഷം ദൈവം പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? എല്ലാം നല്ലത് എന്നുള്ളത്. എവരിത്തിങ് ഈസ് ഗുഡ്. എല്ലാം നല്ലതെന്ന് കണ്ടു. ഇത് സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ്. ആ ദൈവം തന്നെ പറയുന്നു എൻ്റെ സൃഷ്ടി എല്ലാം നല്ലതാണ്. ഇപ്പോൾ സ്വയം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ, സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ വിലയിരുത്തപ്പെടണം. അങ്ങനെ വിലയിരുത്തുമ്പോൾ അത് നല്ലതാണ് എന്ന് പറയുവാൻ ദൈവം പറഞ്ഞതുപോലെ നമുക്ക് സാധിക്കണം. അതാണ് ആന്തരിക സൗഖ്യം. ഞാൻ ചെയ്യുന്നതിൽ ശരികളെ കണ്ടെത്തുവാൻ എനിക്ക് സാധിക്കണം. നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റു മതങ്ങളെയൊക്കെ നമ്മൾ പഠിക്കാൻ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അതിൽ നല്ല അംശങ്ങളുണ്ട്. പക്ഷെ ആത്യന്തികമായ രക്ഷ യേശുവിലാണെന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഞാൻ ബുദ്ധൻ്റെ ജീവിതമൊക്കെ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ബുദ്ധൻ്റെ
പേരിനൊരു പര്യായം പറയുന്നത് തന്നെയാണ് തഥാഗതൻ. രഥത്തിന്റെ തഥാഗതൻ. എന്തുകൊണ്ടാണ് ബുദ്ധൻ തഥാഗതൻ എന്നൊരു സംസ്കൃത പദമാണ് എന്ന് പേരിട്ടെന്ന് ചോദിച്ചാൽ, എപ്പോഴും ബുദ്ധൻ പറയുന്ന ഒരു വാക്യം തഥാഥ, രണ്ട് തായും രഥത്തിന്റെ തായും, തഥാഥ. ഈ പദം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഈ പദത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ജീവിതം എങ്ങനെയോ അങ്ങനെ തന്നെ അതിനെ നേരിടുക എന്നുള്ളതാണ്. ജീവിതം എനിക്ക് എങ്ങനെയാണോ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത്, എനിക്ക് ലഭിക്കുന്നത്, അതിനെ അതേ അർത്ഥത്തിൽ തന്നെ അതിനെ അതിജീവിക്കുക, അതിനെ നേരിടുക, അതിനെ സ്വീകരിക്കുക എന്നുള്ളത്. അതിനെയാണ് തഥാഥ എന്ന് പറയുന്നത്. അപ്പൊ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. മറ്റൊരാളുടെ ജീവിതവുമായി നമ്മുടെ ജീവിതത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, സങ്കടങ്ങളുണ്ടാകും. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതിനെ നല്ലതെന്ന് കാണുവാൻ, നന്മയെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി അവൻ വ്യാപരിപ്പിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഭാരതത്തിലെ ഒരു ചികിത്സാ രീതിയാണ് ആയുർവേദം. നമുക്കറിയാം, ആയുർവേദത്തിൽ ഈ ആദിവ്യാധി എന്നൊരു പദമുണ്ട്. ആദിവ്യാധി എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് 28 രോഗങ്ങൾ ആദിവ്യാധികളാണ്. ആദി കൊണ്ട് വരുന്ന വ്യാധി, അതിനെയാണ് ആദിവ്യാധി എന്ന് പറയുന്നത്. മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന രോഗങ്ങൾ, അതായത് മനസ്സിൽ നിന്നും ശരീരത്തിലേക്ക് പകരുന്ന രോഗങ്ങൾ, അതിനെയാണ് ആദിവ്യാധി എന്ന് പറയുന്നത്. അൾസർ, ചില ക്യാൻസറുകൾ, മൈഗ്രൈൻ, അതുപോലെ ഇങ്ങനെ പല രോഗങ്ങളും ഈ ആദിവ്യാധികൾ എന്നാണ്. 28 രോഗങ്ങൾ അങ്ങനെ വരുന്നു എന്നാണ് ആയുർവേദ രീതി പ്രകാരം പറയുന്നത്. അപ്പൊ ഇത് മനസ്സിനെ നമ്മൾ വേദനിപ്പിക്കുമ്പോൾ, മനസ്സിൽ നമ്മൾ സങ്കടങ്ങൾ നിറയ്ക്കുമ്പോൾ അത് പിന്നെ വ്യാധിയായിട്ട് മാറും. ആന്തരിക സൗഖ്യം നമുക്കില്ലാതെ വരുന്നു. നമുക്ക് നമ്മോട് തന്നെ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു മനസ്സിനൊരു സൗഖ്യം ഉണ്ടാകണം, ആശ്വാസം ഉണ്ടാകണം. അതാണ് മറിയ, യേശുവിൻ്റെ അമ്മയെ നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചു. ശിമയോൻ ഈ കുഞ്ഞിനെ കൊണ്ട് ആദ്യമായി ദൈവാലയത്തിൽ പോയപ്പോൾ, ഈ മറിയ ദൈവാലയത്തിൽ പോയ ശിമയോൻ പറയുന്നൊരു വാക്യമുണ്ട്. ലൂക്കോസ് 2-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കിടക്കും. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കിടക്കും. ഏതൊരമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു 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 പറച്ചിലാണ്. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ നമ്മൾ സഹിക്കുമോ? തീർച്ചയായിട്ടും നമ്മൾ അവരെ ശപിച്ചു എന്ന് പറയും. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടെ ഒരു വാൾ കിടക്കും. അതുപോലെ നീ അത്രത്തോളം പെടഞ്ഞ് വേദനിക്കുന്ന സമയം ഉണ്ടാകുമെന്നാണ് അർത്ഥം. എന്നാലും മറിയ പാടുന്നത്, നമ്മളിന്ന് സ്തോത്രമായിട്ട് അതാണ് വായിച്ച മറിയയുടെ പാട്ട്. അതിൽ പറയുന്നത് എന്താണ്? എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ഇപ്പൊ ജീവിതത്തിൽ പ്രാണൻ പിടയുമെന്ന് മുന്നറിയിപ്പ് കിട്ടുമ്പോഴും അതിനെ നേരിടേണ്ടി വരുമെന്ന് അറിയുമ്പോഴും മറിയ പാടുന്നത് എന്താണ്? എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ എൻ്റെ ആത്മാവ് ഉല്ലസിക്കുന്നു. ഇതാണ് ആന്തരികമായ സൗഖ്യം. ഇന്ന് നാം 13-ാം സങ്കീർത്തനമാണ് പ്രതിവാക്യമായിട്ട് വായിച്ചത്. അതിൽ ആദ്യത്തെ 2 വാക്യങ്ങളിൽ 4 പ്രാവശ്യം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, എന്താണ്? ദൈവത്തോട് എത്രത്തോളം 4 പ്രാവശ്യം, യഹോവേ നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? എത്രത്തോളം? ഒരുപക്ഷെ നമ്മളും ഈ പ്രതിസന്ധിയിൽ, ഉന്നതരും നമ്മളും സാധാരണക്കാരും എല്ലാം ഒരുപോലെ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ദൈവമേ എത്രത്തോളം ഇത്? ഇനി എത്ര കാലമാണിത് ഈ രോഗം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്? കുറയുമെന്ന് വിചാരിക്കുമ്പോൾ കൂടുമെന്ന് വിചാരിക്കുമ്പോൾ കുറയുന്നു. ഇതെന്താണ്? നമ്മൾ കേൾക്കുന്ന പല രാജ്യങ്ങളിലും രോഗം കുറഞ്ഞു വന്നിട്ട് വീണ്ടും കൂടുന്നു, വീണ്ടും കുറഞ്ഞു വന്നിട്ട് വീണ്ടും കൂടുന്നു. അപ്പൊ ഇതെന്താണ്? സങ്കീർത്തനക്കാരനും ഇതുപോലെ പ്രതിസന്ധി കാവ്യം ചോദിക്കുകയാണ്, യഹോവേ നീ എത്രത്തോളം എന്നെ മറക്കും? നമ്മളൊക്കെ ഇന്ന് ഈ ചോദ്യം ദൈവത്തോടും പരിസരങ്ങളോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്.
വേദപുസ്തക പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് പഴയ നിയമം പഠിക്കുന്ന പണ്ഡിതന്മാർ ഈ 13-ാം സങ്കീർത്തനത്തിലെ ആദ്യ 2 വാക്യങ്ങളിൽ എത്രത്തോളം എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ ഇതാണ്, വ്യാഖ്യാനം ഇതാണ്. അവർ പറയുന്നു, മിഡ് നൈറ്റ് ഓഫ് സോൾ, ദാവീദിന്റെ ആത്മാവിന്റെ അർദ്ധരാത്രിയാണ് ഈ എത്രത്തോളം എന്നുള്ള നിലവിളി. മിഡ് നൈറ്റ് ഓഫ് സോൾ, ആത്മാവിന്റെ അർദ്ധരാത്രി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ മനുഷ്യർക്കും ഈ വേദനകൾ അനുഭവിക്കുന്ന ഒരു പീക്കുണ്ട്, ഒരു മുനമ്പുണ്ട്. അതിൻ്റെ അപ്പുറം ദൈവം നമുക്ക് തരുന്നില്ല. പിന്നെ അങ്ങനെ വരുന്നത് താഴോട്ടാണ്. അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ രാത്രിയുടെ പീക്കാണ്, അതിൻ്റെ മുനമ്പാണ്. 12 മണി കഴിയുമ്പോൾ പിന്നെ 12:05, 12:30 അങ്ങനെ വരുമ്പോൾ നമ്മൾ നേരം പുലരുകയാണ്, വെളുക്കുകയാണ്, പ്രഭാതം വരികയാണ്. ഇവിടെ തന്നെ 13-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യം നമുക്ക് നോക്കാം. അവസാന വാക്യം അവിടെ എന്താണ് പറയുന്നത്? യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഈ എത്രത്തോളം നിലവിളിച്ച ദാവീദാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? എനിക്ക് നന്മ ചെയ്തിരിക്കുന്നത് ഞാൻ പാട്ട് പാടും. പാട്ട് പാടും ഒരു ഫ്യൂച്ചർ ടെൻസാണ്, ഭാവി കാലമാണ്. ഞാൻ തീർച്ചയായിട്ടും എനിക്കൊരു നന്മ ഉണ്ടാകും, ഒരു പ്രഭാതം ഉണ്ടാകും. ഇതിൻ്റെ ഒരു മിഡ് നൈറ്റാണ്. ഇതിൽ ഒരു പ്രഭാതം എനിക്കുണ്ടാകും. ആ പ്രഭാതം ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിന് പാടും. ഇതാണ് എല്ലാ ഭക്തന്മാരുടെയും പ്രതീക്ഷ. 22-ാം സങ്കീർത്തനം നമ്മൾ നോക്കാം. അവിടെയാണ് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് യേശു ക്രൂശിൽ ചോദിച്ച വചനം കിടക്കുന്നത്. ആ വചനം ഉദ്ധരിച്ചാണ് യേശു ക്രൂശിൽ കിടന്ന് നിലവിളിച്ചത്. നമ്മൾ പറഞ്ഞ ഇയ്യോബ് സ്വന്തം ജന്മദിനത്തെ ശപിച്ചവനാണ്. പക്ഷേ അവസാന അധ്യായം നമ്മൾ കാണുന്നത് ദൈവത്തിൽ പ്രത്യാശ വെച്ചുള്ള ജീവിതം, ആന്തരിക സൗഖ്യം പ്രാപിച്ച ഭക്തന്മാരാണ് എല്ലാം. ഈ പ്രതീക്ഷയാണ് നമുക്ക് ആവശ്യം. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആന്തരിക സൗഖ്യം. നമ്മളിന്ന് ഒരുപക്ഷെ നമ്മുടെ ആത്മാവിൻ്റെ അർദ്ധരാത്രിയിലാണ് ജീവിക്കുന്നത്. യോസേഫിനും അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു. പൊട്ടക്കിണറ്റിൽ അവൻ അർദ്ധരാത്രിയിലായിരുന്നു. പിന്നെ അവിടെ കിടന്ന് മരിക്കേണ്ടതായിരുന്നു. പിന്നെ ജീവിതം ഉണ്ടെന്ന് അവൻ പോലും സ്വപ്നം കണ്ടില്ല. വീണ്ടും പോത്തിഫാറിൻ്റെ വീട്ടിൽ വെച്ച് അവൻ തടവറയിലാക്കപ്പെട്ടപ്പോൾ അതോടുകൂടെ ജീവിതം അവസാനം ചിന്തിച്ച് തടവറയിൽ. പക്ഷേ അതെല്ലാം യോസേഫിൻ്റെ ജീവിതത്തിൽ ആത്മാവിൻ്റെ അർദ്ധരാത്രികളായിരുന്നു. അവിടെയൊക്കെ ആന്തരിക സൗഖ്യത്തോടെ ഒരു പ്രഭാതം കാണാൻ ഇവർക്കെല്ലാം സാധിച്ചു. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നമ്മളെല്ലാം പുറമേ ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ആന്തരിക സൗഖ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ലണ്ടനിലൊരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ കലങ്ങിയ കണ്ണുകളുമായിട്ട് അവിടുത്തെ പ്രഗത്ഭനായ മനഃശാസ്ത്രജ്ഞൻ്റെ അടുത്ത് പോയി. ആ മനഃശാസ്ത്രജ്ഞന് മണിക്കൂറുകളോളം തന്നെ വേദനകളെല്ലാം പറഞ്ഞു, കരഞ്ഞു. അവസാനം മനഃശാസ്ത്രജ്ഞൻ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചു. ഇയാൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? അദ്ദേഹം ഈ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾക്കൊരു ചെറിയ ആശ്വാസം, മനസ്സിന് തൽക്കാലം ഒരു ശാന്തി കിട്ടും. നിങ്ങൾ തൊട്ടടുത്ത തിയേറ്ററിൽ ഒരു ചാർലി ചാപ്ലിൻ്റെ സിനിമ ഓടുന്നുണ്ട്. ആ സിനിമ ഒന്ന് കാണണം. അദ്ദേഹത്തിൻ്റെ രസിപ്പിക്കുന്ന ചില അഭിനയങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തൽക്കാലത്തേക്കെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, അതിന് സാധിക്കുമെന്നൊന്നും തോന്നില്ല ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ്, നിങ്ങളത് കണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, ഞാനാണ് ചാർലി ചാപ്ലിൻ. ഇതാണ് മനുഷ്യൻ്റെ എല്ലാ അവസ്ഥ. അദ്ദേഹത്തിൻ്റെ തന്നെ മൈ ചൈൽഡ് ലൈഫ് എന്ന് പറയുന്ന, എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞത്. പുറത്ത് കാണാൻ നമ്മൾ ചിരിക്കുന്നു, പക്ഷെ നമ്മുടെ അന്തരാത്മാവ് പോയിരുന്നു. നമുക്കൊരു ആന്തരിക സൗഖ്യം ആവശ്യമാണ്. നമ്മുടെ ആത്മാവിൻ്റെ അർദ്ധരാത്രിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കടന്നു പോകുന്നു. നമുക്കൊരു പ്രഭാതമുണ്ടാകും. അതുകൊണ്ടാണ് ഭക്തനായ സാധു ഉച്ചൂജി ഉപദേശിക്ക് തൻ്റെ മകൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കടന്ന് പാടിയ പാട്ടിട്ടറിയുന്നു. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ നാഥൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കും.
ഈ ഒരു പ്രത്യാശ, ഈ ഒരു പ്രതീക്ഷ നമ്മുടെ ജീവിതങ്ങൾക്ക് ആന്തരികമായ സൗഖ്യത്തിനും സമാധാനത്തിന് കാരണമാകട്ടെ. യോസേഫ് തൻ്റെ ജീവിതത്തിലെ കറുത്ത ദിനങ്ങളോട്, തൻ്റെ ജീവിതത്തിൽ പൂർവ്വകാലത്തുണ്ടായ തിന്മകളുടെ അനുഭവങ്ങളോട് പുറത്തുകൊണ്ട് തലമുറകൾ ഓർമ്മിക്കാൻ വേണ്ടി തൻ്റെ മകനെ പേരുകയാണ് മനസ്സ്. മറക്കുക. നമുക്കും ജീവിതത്തിലെ വേദനയുടെ അനുഭവങ്ങളെ മറന്നുകൊണ്ട് ഒരു പ്രതീക്ഷയോടെ പുലരിയിലേക്ക്, പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാൻ അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ചിന്തകളിലൂടെ നമ്മെ സഹായിക്കട്ടെ.